മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിച്ച കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ബിന്ദു എന്ന സ്ത്രീ മരിച്ച വാർത്ത ഏറെ വേദനയോടെയാണ് നമ്മൾ കേട്ടത്. തീർത്തും ദാരുണവും നിർഭാഗ്യകരവുമായ ആ മരണത്തെ സർക്കാരിനെതിരായ ആയുധമാക്കി ജനാധിപത്യ മര്യാദകളെല്ലാം ലംഘിച്ച് പ്രതിപക്ഷ കൂട്ടം അഴിച്ചുവിട്ട കുപ്രചാരണ പരമ്പരകൾക്കും ആക്രമണങ്ങൾക്കുമാണ് പിന്നീട് കേരളം സാക്ഷിയായത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വ്യക്തിഹത്യ ചെയ്ത രാജിക്കായി മുറവിളി കൂട്ടി. UDF ഭരണകാലത്തെ പിടിപ്പുകേടുകളെ സൗകര്യപൂർവ്വം മറന്നു. ഇടതു സർക്കാർ പണി കഴിപ്പിച്ച മെഡിക്കൽ കോളേജിന്റെ പുതിയ കെട്ടിടത്തെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞില്ല. പല മാധ്യമങ്ങളും അവർക്ക് കൂട്ടുനിന്നു. നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പടച്ചുവിട്ടു. എന്നാൽ ആരോഗ്യമന്ത്രിയും ഇടതു സർക്കാരും അപ്പോഴെല്ലാം ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പമായിരുന്നു. ഒരു വശത്ത് പ്രതിപക്ഷ സഖ്യം വസ്തുതകൾ മറച്ചുവെച്ച് കുപ്രചാരണങ്ങൾ തുടർന്നപ്പോൾ മറുവശത്ത് ആ കുടുംബത്തിന്റെ കണ്ണീരൊപ്പുകയായിരുന്നു സർക്കാർ. മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. കുടുംബത്തിന്റെ ആഗ്രഹം പോലെ ബിന്ദുവിന്റെ മകൻ നവനീതിന് ഉചിതമായ ജോലി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ബിന്ദുവിന്റെ വീട് നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ NSS യൂണിറ്റ് ഏറ്റെടുത്തത് മന്ത്രി ആർ ബിന്ദു കുടുംബത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. തീർച്ചയായും ഈ ഗവൺമെന്റ് അവരോടൊപ്പമുണ്ട് എന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്. NSSന്റെ നേതൃത്വത്തിൽ നമ്മുടെ കലാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ സന്നദ്ധ സംഘടനയായിട്ടുള്ള നാഷണൽ സർവീസ് സ്കീം അവരുടെ വീട് പണി പൂർത്തീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. മകൾ നവമിയുടെ ചികിത്സയും സർക്കാർ ഏറ്റെടുത്തിരുന്നു. സംസ്ഥാന സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. സർക്കാരിന്റെ കാര്യങ്ങൾ അതിന്റെ മറുപോലെ കാര്യങ്ങൾ നടക്കട്ടെ, അപ്പൊ നമ്മൾ അത് ആലോചിക്കേണ്ട, അത് തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം നടന്നയുടൻ എല്ലാ സംവിധാനങ്ങളും ഒരേ സമയം പ്രവർത്തിച്ച് സാധ്യമായ എല്ലാ വഴികളിലൂടെയും രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. രക്ഷാപ്രവർത്തനം വൈകിയത് കൊണ്ടാണ് ബിന്ദു മരിച്ചതെന്ന പച്ചക്കള്ളം പടച്ചുവിട്ട മാധ്യമങ്ങളും അതേറ്റുപിടിച്ച പ്രതിപക്ഷവും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെയും സർക്കാരിനെയും താറടിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. മരണത്തിൽ മുതലെടുപ്പ് നടത്തുന്നവരായി കോൺഗ്രസുകാർ മാറരുത്. മന്ത്രി വീണ ജോർജിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും കേരളത്തിന്റെ പൊതുജനാരോഗ്യ സമ്പ്രദായത്തെ തകർക്കാനും നടത്തിയ പരിശ്രമങ്ങൾ അപലപനീയമാണ്. പ്രതിപക്ഷത്തിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതൊന്നുമല്ലെന്ന് ഓർത്താൽ നന്ന്.